ഹായ് ഫ്രണ്ട്സ്, താരൂസ് ആർട്ട് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു ആണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഷാമ്പു കാര്യങ്ങളൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നവരാണ്. പല കെമിക്കലുള്ള ഷാമ്പു, അതൊക്കെ നമ്മുടെ മുടി പൊട്ടിപ്പോകാനും മുടിയുടെ കട്ടി കുറയാനും അകാല നര വരാനും ഒക്കെ ചാൻസ് ഉള്ള കെമിക്കലുള്ള ഷാമ്പു ആണ് ഇന്ന് ഉള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു, നമ്മുടെ പ്രകൃതിയിൽ തന്നെ നമ്മുടെ മുടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മരുന്നുകൾ പ്രകൃതി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേതാണെന്ന് നോക്കിയാലോ നമുക്ക്. ആദ്യം തന്നെ ഷിക്കാക്കായാണ്. ഷിക്കാക്കായി എന്ന് പറയുന്നത് മുടിയുടെ പല പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന ഒന്നാണ് ഷിക്കാക്കായി എന്ന് പറയുന്നത്. ഷിക്കാക്കായിൽ പല വൈറ്റമിനുകളും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മുടിയിൽ താരനില്ലാതാക്കുകയും അതുപോലെ മുടി നന്നായിട്ട് വളരാനും പേൻ ശല്യം കുറയാനും അതുപോലെ തന്നെ തലയിൽ ചൊറിച്ചിൽ ഇതൊക്കെ മാറാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഷിക്കാക്കായി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയുടെ കട്ടി കുറഞ്ഞു പോവുകയും അതുപോലെ തന്നെ നമുക്ക് നര വരും, ചാൻസ് ഉണ്ട് എന്നല്ല, നര വരികയാണ് ചെയ്യുക നമ്മൾ കൂടുതലായിട്ട് ഷാമ്പു യൂസ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഷിക്കാക്കായി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മുടിയെ നല്ല കറുപ്പുള്ളതാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ തലയിലുള്ള ഓയിലിനെ ഒരു ഷാമ്പു ആയിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് റീത്തക്കായി എല്ലാവർക്കും അറിയാലോ, നമ്മുടെ സോപ്പ് കായ്. പണ്ടൊക്കെ നമ്മൾ അലക്കാനൊക്കെ യൂസ് ചെയ്യുമായിരുന്നു പണ്ട് കാലത്തുള്ളവർ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. അതും നമ്മുടെ മുടിയെ നല്ല ക്ലീൻ ആക്കാനും അതുപോലെ തന്നെ മുടിയുടെ തലയോട്ടിയൊക്കെ നല്ല ആരോഗ്യത്തോടെ വെക്കാനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് റീത്തക്കായി എന്ന് പറയുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ ഷാമ്പൂവിൽ ചേർക്കുന്നതാണ് ഉണക്കനെല്ലിക്ക നമ്മുടെ മുടി നല്ല ബലമുള്ളതാക്കുകയും അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി വളരാനും നര ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉണക്കനെല്ലിക്ക എന്ന് പറയുന്നത്. പല കെമിക്കലുകളും കൊണ്ട് നമ്മുടെ മുടി തളർത്താതെ ഇത്തരത്തിലുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു മരുന്നുകൾ കൊണ്ട് നമുക്ക് മുടിയെ നല്ല ആരോഗ്യത്തോടു കൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഒരു 8 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ട് വെക്കാം. ഇതാണ് സോപ്പ് കായ്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ വളരെ കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. ഇത് ഉണക്കനെല്ലിക്ക കുറച്ച് ഇതാണ് ഷിക്കാക്കായി. ഞാനത് കുറച്ചെടുക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് വെച്ചു. ഇനി ഇതൊരു 8 മണിക്കൂർ നന്നായിട്ട് കുതിർന്ന് വരണം. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമ്മൾ 8 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് സോപ്പ് കായും അതുപോലെ ഷിക്കാക്കായി, നെല്ലിക്ക ഇതൊക്കെ 8 മണിക്കൂറിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കിയിട്ടോ. ഇതാ കണ്ട, നല്ല കളറൊക്കെ, അതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ സോപ്പ് കായിലൊക്കെ കുരു ഉണ്ടാവും. ആ കുരു ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. ഇത് കണ്ട സോപ്പ് കായിൻ്റെ കുരുവാണ് കേട്ടോ. ഇനി നമുക്കിത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം തന്നെ ഇത് നല്ല പതയായി വരുന്നുണ്ട്, കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പതയായിട്ട് വരുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചെടുക്കുമ്പോൾ തന്നെ കണ്ട ഇതിൻ്റെ പത നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു പാത്രത്തിൽ നമ്മൾ ഈ അടിച്ച് വെച്ചിട്ടുള്ള ഇതില്ലേ സോപ്പ് കായും ഷിക്കാക്കായും നെല്ലിക്കയും അത് അതിനകത്തോട്ട് ഇടാം കേട്ടോ. എന്നിട്ട് നേരത്തെ നമ്മൾ കുതിർത്തി വെച്ച വെള്ളമില്ലേ അതും നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാമേ. നോക്ക്,
ഷാമ്പൂവിനെക്കാട്ടിയൊക്കെ പതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് പതയാണ് വന്നിട്ടുള്ളത് നോക്കിയിട്ട്. ഇനി ഇത് നമ്മളൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പതയൊക്കെ വരുന്നതുണ്ടോ, നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണിയാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഇതൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ എന്ത് പതയാ നോക്കിയേ. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഷാമ്പു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെട്ടെന്നൊന്നും ഇത് കേടാവത്തൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ബിസിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു തവണ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് തവണ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചധികം ഉണ്ടാക്കി വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കണം എന്നൊന്നുമില്ല, കേടാവാതെ നിൽക്കും കേട്ടോ. അപ്പോൾ കെമിക്കലുള്ള ഷാമ്പു ഒന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.